ഇപ്പോൾ ഏതാണ് സെറ്റായി. ഇതിലെന്തൊക്കെയോ പാളിച്ചകൾ അപാകതകളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ സുഹൃത്തുക്കൾ, ഇത് കേര മീനിൻ്റെ മുട്ടയാണിത്. ഇപ്പം നമ്മുടെ പ്രിയ സുഹൃത്ത് ഷിബോണ്ണൻ കഴിഞ്ഞ ദിവസം കേര വാങ്ങിച്ചപ്പോൾ തന്നത് സംഭവം. ഈ കേര മുട്ട ഞങ്ങളൊരു അട പോലെ വാഴയിലൊക്കെ വെച്ച് ഒരു അട പോലെ ഉറക്കാനുള്ള പ്ലാനില്ല. അത് ശരിക്കും പറഞ്ഞാൽ കവിക്ക് അത്ര ഐഡിയ പോരാ. പക്ഷേ എൻ്റെ മനസ്സിലൊരു പിക്ചർ എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ ഭവാനിയമ്മ പണ്ട് ഒരുപാട് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പം അമ്മൂമ്മയുടെ സ്ഥിരം പരിപാടി ഉണ്ടായിരുന്നു തേങ്ങാപ്പീരിയൊക്കെ വെച്ചിട്ട് മുട്ട. മെയിനായിട്ട് മത്തിയാണ് ശരിക്കും മത്തിയുടെ മുട്ടയാണ് നടക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഞങ്ങളുടെ പരീക്ഷണം വിജയിക്കുമെന്ന് നോക്കട്ടെ. അപ്പോൾ എന്തായാലും എടുത്തേക്ക് സാധനങ്ങളൊക്കെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. പച്ചക്കറികൾ വെച്ചെടുത്തു, നല്ല ഒന്നാന്തര എരിവുള്ള കാന്താരി, പിന്നെ ഇച്ചിരി സ്വാഭാവികമായിട്ടുള്ളത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇടിക്കുന്ന ഇങ്ങനെ എന്നാലേ അത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നടുകെ കീറി, അത് നടുകെ കീറാണോ എനിക്കറിയില്ല. പക്ഷേ അത് ഈ കേരയുടെ മുട്ട അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ, പരിചയമില്ല. പക്ഷേ അത് കീറിയപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അവസ്ഥ അറിയാവുന്നവർ പറയണേ എന്താണ് അതിങ്ങനെ ഇരിക്കുന്നതെന്ന്. മുട്ട തന്നെയാണ്. അപ്പോൾ ഇത് മസാലയെല്ലാം ഒന്ന് പെരട്ടാം. ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇലക്കകത്ത് നിൽക്കുന്നറിയില്ല എങ്കിലും എന്താ അടുപ്പിൽ വെക്കണം. അപ്പോൾ ഇതെല്ലാം അവിടെ മസാല പെരട്ടെ. ഇലയിൽ പൊതിഞ്ഞ് വെക്കാനൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ചെറിയൊരു ഇലയാണ് നമ്മൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെന്ത് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. ഈ സാധനം തിരിച്ചിടണം വ്യക്തമായ രീതിയിൽ. അങ്ങനെ തിരിച്ചിടണം, കിടക്കണ്ട, ഇടണം. അതാണ് ടാസ്ക്. പൊത്താൽ തുറന്നു നോക്കി. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാം പതുക്കെ മാറ്റിയിട്ടേ ഡയറക്റ്റ് ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. മുട്ടയ്ക്കതും വേവില്ല. ഇല അതിലൊരു പതത്തെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് കല്ലോട്ടാക്കാം. കുറച്ചുകൂടെ ഒരു ഡീപ്പ് ഫ്രൈ കിട്ടുമല്ലോ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര കട്ടിയാണ് സുഹൃത്തുക്കളെ. ഇത് ചൂരയുടെ കേരയുടെ മുട്ട വറുത്തിട്ടുള്ള കറിയായിരിക്കും. ഞങ്ങൾ ആദ്യമായിട്ടാണ് വറുക്കുന്നത്. ഭയങ്കര കട്ടി എന്ന് പറഞ്ഞാൽ ആ മുട്ടയ്ക്ക് ഭയങ്കര കട്ടി. എന്തെങ്കിലും ഒരു ഈസി മെത്തേഡ് കാണുമായിരിക്കും ഇതിന്. ഞാൻ അത് വെച്ച് ഇതൊരു പീസ് ആക്കാവോ? റബ്ബർ പോലെ ഇരിക്കും കണ്ടില്ലേ? അങ്ങനെ ഒരു 3-4 പീസായിട്ട് അങ്ങനെ പിള്ളേർ കട്ട് ചെയ്യാറ് നന്നിട്ട്. അപ്പോൾ ഓൾറെഡി ഇത് ബന്ധു അല്ലേ? അത് പീസാക്കണം. ഓക്കെ, ബന്ധത്തിട്ടുണ്ട്, ബന്ധമാണല്ലോ. വാഴയുടെ പരിപാടിക്ക് പോകേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ വറുത്താൽ മതിയായിരുന്നു. ഒന്നാമത്തെ വലിയ വാഴയില ഇല്ല. അതെ, ചൂടല്ലേ. ഇപ്പൊ ഏതാണ് സെറ്റായി. ഇനി ഒരു 1-2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നിങ്ങൾ എടുക്കാം. വാങ്ങിക്കോ. ഞാൻ കല്ലിന്റെ ചൂട് വരുന്ന ബാക്കിയുടെ വന്നോളൂ, സൂക്ഷിച്ചെടുത്തു. അടച്ചു എന്തായാലും ആ ചട്ടിയുടെ ചൂട് ഇരുന്നിട്ട് ഇതങ്ങ് സെറ്റ് ആയിക്കണ്ടില്ലേ? ഇപ്പോഴാണ് അത് പിപ്പിരി ആയത്. ആയിരിക്കും കേരയുടെ മുട്ട. ഇതിന് രുചി ഉണ്ടെന്ന് മാത്രം പറഞ്ഞ സുഹൃത്തുക്കളെ. അപ്പം എങ്ങനെയോ ഞങ്ങൾ ഇത് ഒപ്പിച്ചെടുത്തു സുഹൃത്തുക്കളെ, അല്ലയോ? സംഭവം മോശമൊന്നുമല്ല കേട്ടോ. കഴിച്ചു പോയി. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? കൊള്ളാം. റബ്ബർ പോലെ ഉണ്ട്. റബ്ബർ പോലെ അതിൻ്റെ അകത്തുള്ള സാധനം. ഇതിലെന്തൊക്കെയോ പാളിച്ചകൾ അപാകതകളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. രുചിയുണ്ട്, ഉണ്ടാവുമല്ലോ. പച്ചക്കുരു മുളകും വെളുത്തുള്ളിയൊക്കെ അല്ലയോ? അപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് വരുന്നുണ്ട്. സുഹൃത്തുക്കൾ, ഇതിൻ്റെ അപാകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നീ മുട്ട കിട്ടിയപ്പം ഒരു പരീക്ഷണം നടത്തിയാണ്. എല്ലാം കൊള്ളാം കൊള്ളാം എന്ന് പറയാൻ പറ്റും. അതെ, അതൊരു പരാജയമല്ല. അപ്പം ടാറ്റ ബൈ ബൈ.